നമുക്ക് ഔദ്യോഗികമായിട്ട് നേരത്തെ സൈത്ത് പറഞ്ഞ കണക്ക് 5ാം റൗണ്ട് വരെയുള്ള ഒരു കണക്ക് പറയുന്നു. 6ാം റൗണ്ടിലാണ് രാഹുൽ വീണ്ടും ലീഡ് കൂട്ടുന്നു. പക്ഷേ മുന്നിൽ നിൽക്കുന്നത് സി കൃഷ്ണകുമാർ തന്നെയാണ്. UDF ലീഡ് കൂട്ടുന്നു. 6ാം റൗണ്ടിൽ മുനിസിപ്പാലിറ്റിയാണ് എണ്ണുന്നത്. 7ാം റൗണ്ടിലും മുനിസിപ്പാലിറ്റിയാണ്. 6, 7, 8 പകുതിയോളം മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ രാഹുൽ ഈ രീതിയിൽ ലീഡ് ക്രമാനുഗതമായി കൂട്ടി വീണ്ടും വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ UDF പ്രവർത്തകർ വലിയ ഫ്ലക്സും ഒക്കെ ഉയർത്തിപ്പിടിച്ച് അവർക്ക് ആഹ്ലാദിക്കാനുള്ള വകയുണ്ട്. കാരണം പിന്നെ എണ്ണാൻ പോകുന്നത് പിരായിരിയാണ്. UDF ഉറ്റുനോക്കുന്ന പിരായിരിയിലേക്കാണ് റൗണ്ട് 8ഉം 9ലേക്കും കടക്കുന്നത്. എന്തായാലും ചേലക്കര ഇടതുപക്ഷം വിജയം ഉറപ്പിക്കുകയാണ്. അവരവിടെ വലിയ ആഘോഷ പ്രകടനം ആരംഭിക്കുന്നു. ഇനി എത്ര വോട്ട് ശതമാനത്തിൽ വോട്ട് ഷെയർ കുറവ് വന്നാലും തങ്ങളെ മണ്ഡലം കൈവിടില്ല എന്നതാണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. അവിടെയും ആവേശമൊരുങ്ങുകയാണ്. എന്തായാലും 5 റൗണ്ട് അധികം പിന്നിട്ട് കഴിഞ്ഞു. കെ രാധാകൃഷ്ണന്റെ പ്രതികരണം തന്നെ വന്നു കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരമില്ല, മൂന്നാമതും ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുമെന്നതിന്റെ സൂചനയാണ് ചേലക്കര വിധി എന്നാണ് അദ്ദേഹം പറയുന്നത്. UDFന്റെ ദുഷ്പരിണങ്ങൾ ഒരുപാട് മണ്ഡലത്തിൽ നടത്തി എല്ലാത്തിനും ജനം തിരിച്ചടി നൽകിയെന്നും രാധാകൃഷ്ണൻ പറയുന്നു. ചേലക്കരയിൽ UDF എവിടെയും ഒരു റൗണ്ടിലും എവിടെയും ഉണ്ടായിരുന്നില്ല. ഒരു റൗണ്ടിലും ഒരുപക്ഷെ കെ രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക, അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകുക, ഇതൊക്കെ തിരിച്ചടിക്കും എന്നുള്ള പ്രചാരണങ്ങളൊക്കെ തുടക്കത്തിൽ വന്നതാണ്. കെ രാധാകൃഷ്ണൻ തന്നെ പ്രചാരണത്തിൽ അധികം അദ്ദേഹം സജീവമല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. ഇതൊന്നുമല്ല, ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇടതുമുന്നണി എന്ന തരത്തിലുള്ള പ്രചാരണം ചേലക്കരയിലേക്ക് അവസാന സമയങ്ങളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ചേലക്കര വിട്ടുപോകുന്നത് ഒട്ടും സുഖകരമുള്ള ഒരു കാര്യമായിരിക്കില്ല. അതൊരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയായിട്ട് ചേലക്കര വരും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഭയം ഇടതുപക്ഷത്തിന് ഇനി വേണ്ട, ഉറപ്പിച്ചിരിക്കുന്നു. 8610 ലീഡ് ഔദ്യോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 റൗണ്ടിന്റെ വന്നിട്ടുള്ളൂ ഇതുവരെ ഔദ്യോഗികമായിട്ട്. അത് 22,794 വോട്ടുകൾ എന്നൊരു കണക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. രമ്യ ഹരിദാസ് 15,196, NDA 9,455. നോക്ക് സുധീറിനെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട് പോകണം. DMK സ്ഥാനാർത്ഥി NK സുധീർ നേടിയത് 1425 വോട്ട് മാത്രം. DMK ശൂന്യമാണ്. യെസ്, അതാണ് സംഭവിച്ചത്. അതൊരു വലിയ രാഷ്ട്രീയ നീക്കം, ഒരു പ്രകടമായ ഒരു സാധനം കൂടിയാണ് അവിടെ ഉണ്ടാവുന്നത്. കാരണം DMK PV അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് അവകാശവാദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാര്യമായൊന്നും പ്രതിഫലിച്ചില്ല. പക്ഷേ അദ്ദേഹം പിടിച്ച 1000-ൽ പരം വോട്ടുകൾ, ആ വോട്ടുകൾ ഒടുവിൽ കൗണ്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ 5000-ന് മുകളിലോ അല്ലെങ്കിൽ 6000-മോ 10,000-ൽ താഴെയുള്ള വോട്ടുകളായി മാറിയേക്കാം. പക്ഷേ ആ വോട്ട് ആരിൽ നിന്ന് സമാഹരിച്ചു എന്നതുകൂടി പ്രസക്തമാവുകയാണ്. അത് UDFന്റെ നഷ്ടമാണോ ഉണ്ടാക്കിയത്, LDFന്റെ നഷ്ടമാണോ, അതും പ്രസക്തമാണ്. എന്തായാലും ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ്. അത് അങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. അതേസമയം പാലക്കാട് സസ്പെൻസ് തുടരുകയാണ്. 412 വോട്ടുകളുമായി BJP നിലവിൽ ലീഡ് ചെയ്യുന്നു. നഗരസഭാ മേഖലയിലെ കൗണ്ടിംഗ് പൂർത്തിയായിട്ടില്ല. ഇനിയും അവശേഷിക്കുന്ന 2 റൗണ്ടുകൾ, 1.5 റൗണ്ടുകൾ പൂർണ്ണമായും നഗരസഭാ മേഖലകൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പാലക്കാട് പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ്, ആരെ തുണയ്ക്കും ആരെ വീഴിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലെ സൂചനകൾ പക്ഷേ സാങ്കേതികമായി BJPയെ തുണയ്ക്കുന്നുവെങ്കിലും പക്ഷേ ആ രാഷ്ട്രീയ സൂചനകൾ, സാധ്യതകൾ അത് UDFന് അനുകൂലമാണ് എന്നതാണ് പാലക്കാട് പറയാൻ പോകുന്ന രാഷ്ട്രീയം. ഏതായാലും UDFന് പറയാം, പാലക്കാട് BJP കോട്ട പൊളിക്കാൻ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലീഡ് തിരികെ പിടിച്ചിട്ടുണ്ട് സി കൃഷ്ണകുമാർ. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശവാദം സജിത്തിനോട് തന്നെ അന്ന് രാഹുൽ പറഞ്ഞതാണല്ലേ, ആ BJP ബെൽറ്റ് UDFനൊപ്പം നിൽക്കുമെന്നുള്ള രാഹുലിന്റെ ഒരു കണക്ക് അതിനകത്തുണ്ട്. ഇപ്പോൾ സി കൃഷ്ണകുമാർ നിൽക്കുമ്പോഴും പോസ്റ്റൽ വോട്ടിൽ ആദ്യ റൗണ്ടിലൊക്കെ സി കൃഷ്ണകുമാർ തന്നെ മുന്നിൽ നിന്നു. ഈ BJPക്ക് മുൻതൂക്കമുള്ള നഗരസഭയിലെ വോട്ടുകൾ ആദ്യം എണ്ണി ഈ ആദ്യ റൗണ്ട് BJP മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ അപ്പോഴും പ്രതീക്ഷിച്ച വോട്ട് നില അല്ലായിരുന്നു BJPക്ക്. 2ാം റൗണ്ടിൽ UDF ആ ലീഡ് തിരിച്ചു പിടിക്കുന്നു. ആ മുന്നേറ്റം UDF തുടരുന്നു. 5ാം റൗണ്ടിൽ UDFന് തിരിച്ചടി ഉണ്ടാകുന്നു. മൂത്താന്തറ ഉൾപ്പെടുന്ന മേഖലയിൽ BJP വീണ്ടും ലീഡ് പിടിക്കുന്നു. 6ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഈ 412 എന്ന് പറയുന്ന ആ ലീഡ് നിലയിൽ BJP നിൽക്കുന്നു. അത് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിനകത്തുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ ഉണ്ടാക്കിയ നേട്ടമുണ്ടാക്കാൻ സി കൃഷ്ണകുമാറിന് ഈ ഒരു റൗണ്ടിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. നഗരസഭയിൽ BJPക്ക് കുറഞ്ഞ വോട്ടൊക്കെ എവിടെ പോയി? ആ വോട്ടൊക്കെ കോൺഗ്രസിലേക്കാണ് വന്നത്. അതായത് BJPയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്കാണോ പോയത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അപർണ. കാരണം നഗരമേഖലകളിൽ BJPയുടെ അവരുടെ വെല്ലുവിളികൾ, ഏറ്റവും അധികം ശക്തി മേഖലയാണ് BJPയെ സംബന്ധിച്ച്. പക്ഷേ നഗരസഭ ഭരിക്കുന്ന BJPക്ക് അവിടെ ആന്റി ഇൻക്യുബൻസി എന്ന ഒരു ഫാക്ടർ ഉണ്ടായെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനൊപ്പം